ഈ ജേണി ചേച്ചി അവർ വേറെ പേരിലാണ് ഞാൻ അവനോടും അവതരിപ്പിച്ചത്. അല്ലാതെ എനിക്ക് അവരുടെ ചാനലിൻ്റെ പേരോ അവരുടെ പേഴ്സണൽ പേരോ ഒന്നും അറിയില്ല. കാര്യം ഞാനത് ഫോളോ ചെയ്യുന്നൊരു ചാനലല്ല. അപ്പോൾ ഈ തനിജ ആ വിഷയത്തിൽ ഈ പറയുമാതിരി സുനിത ഹലോ ഹലോ നിനക്ക് എന്തൊക്കെ അറിയണമെന്ന് പറഞ്ഞല്ലോ, നീ പറ. എടാ, വിജയരാജിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചേ. അവനിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നാറിയുടെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം. വിജയരാജ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേ. ഇന്നലെ ഒരു 10-22 മിനിറ്റ് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്നെയും അതുൽ വ്ളോഗ്സിനെയും പിന്നെ യൂഷ്വൽ സൈക്കോടെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത് എന്തിനാന്ന് പോലും അറിയത്തില്ല. ഓക്കെ, അതായത് നമുക്ക് കാര്യം സംസാരിക്കാം. അതിൽ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഉച്ച ചങ്ങാതിയാണ്. ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്ന സമയത്ത് ഞാൻ ആദ്യം അതുലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നത് എനിക്ക് എന്താ പറയണ്ടേ, കൈ കിട്ടിയാൽ വലിച്ചെറിയാൻ തോന്നിയൊരു വ്യക്തിയാണ്. ഇന്ന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ വന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിജയരാജിൻ്റെ കാര്യമാണ് പറയാൻ വന്നത്. അവൻ്റെ ഈ ഡബിൾ ആണോ ത്രിബിൾ ആണോ അവൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് പോലും അവൻ അറിയത്തില്ല. ഓക്കെ, അപ്പം മിനി ചേച്ചിയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ പൈസ മേടിക്കുന്നതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ ഷഫീന ബീബി എന്ന് കണ്ട് പറഞ്ഞു. അപ്പോൾ ഇവൻ കോൾ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് സുനിതയെന്ന് പറഞ്ഞാൽ അങ്ങാണ്ട് ഒരു സ്ത്രീ അല്ലേടാ നീ, ആരോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇവൻ്റെ അടുത്ത് ആരോ കണ്ട് ഇവർ ഈ മിനി ചേച്ചി പൈസയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഏറ്റി പിടിച്ചിട്ട് ഇവൻ പറയാൻ തുടങ്ങിയവനെ, ഞങ്ങളുടെ എൻ്റെ തെളിവുണ്ട്, സമയമാകുമ്പോൾ പുറത്ത് വിടും, എൻ്റെ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കുത്തി ചോദിച്ചപ്പോൾ സമയമാകുമ്പോൾ പുറത്ത് വിടുന്നു. ഓക്കെ, എന്നാൽ ഞാൻ ഈ പറയുന്ന വിജയരാജിനോട് സംസാരിച്ചു. പിന്നെ ആ വീഡിയോക്കകത്ത് അതുൽ വ്ളോഗ്സിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. ഈ പറയുന്ന അതുല് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന വിജയരാജ് അതുലിനെതിരെ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അതിൻ്റെ ഒരു മറുപടി ഞാനും അതിനോട് സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡുണ്ട്, ഞാൻ വെച്ച് തരാം. നിങ്ങൾ അത് കേൾക്കണം, ആ റെക്കോർഡ് എന്തായാലും. ഇവനെ പോലൊരു ചതിയനെ കൂടെ പോലും കൂട്ടാൻ പറ്റാത്ത ഒരാൾ, അങ്ങനെ തന്നെ പറയും. ഓക്കെ, പുള്ളി വീഡിയോ വന്നിട്ട് മാന്യനാവാനും നല്ല കുഞ്ഞാവാനും ശ്രമിക്കുമ്പോഴും നമ്മളെന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തുറന്നു പറയും. അതിനിടയ്ക്ക് നല്ല കുഞ്ഞ് ചമ്മൻ അറിയത്തില്ല, ഉള്ളത് പറയാമല്ലോ. ഓക്കെ, എന്തായാലും ഈ പറയുന്ന വിജയരാജിൻ്റെ വീഡിയോ ഒക്കെ അതിനകത്ത് ഡാനിക്ക് എന്തോ നേട്ടത്തിൻ്റെ കാര്യം പറയുന്നതായിട്ട് ഇവനിങ്ങനെ തുരിതമായിട്ട് മെസ്സേജ് ഡാനി ഇതിനെ ചെയ്തത് ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞിട്ടാണ് ചെയ്തത്, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതാരാണ്, ഡാനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പോഴത്തേക്ക് ഇവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ ഇതൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ റെക്കോർഡൊക്കെ വേണമെങ്കിൽ എടുത്ത് പുറത്തു വിടും, അപ്പോൾ ഇത് കാര്യം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. എന്തായാലും ഈ പറയുന്ന അമ്മയും മോളെ തനു മോളെയൊക്കെ ഇങ്ങനെ ഇവർക്കെതിരെ വീഡിയോ ഇട്ടിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? എനിക്കെന്ത് നേട്ടം കിട്ടും? ചിലപ്പോൾ എൻ്റെ മോണിറ്റൈസേഷൻ ഓണായി കിടക്കുകയാണെങ്കിൽ അതിന് പൈസ കിട്ടുമായിരിക്കും, അല്ല എനിക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഈ തനുജയും മകളെയും തകർക്കാൻ വേണ്ടി നടക്കുന്നവർ ഇവർക്ക് പൈസ എറിഞ്ഞ് കളിക്കും? ഇല്ല, എല്ലാവരും പാവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിക്ക് കിടന്ന് സംസാരിക്കുന്നത് അതിൻ്റെ ഇടയല്ല ഇവൻ. ഓക്കെ, ഇവൻ്റെ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നെ പേഴ്സണലി അന്ന് ഈ തനുജയുടെ വിഷയം നടക്കുമ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിൻ ചെയ്ത് വെച്ചു. കമൻറ്റ് ഞാൻ വായിച്ചു തരാം. രസം ഇതൊന്നും അല്ല, ഞാൻ പറയാം. എനിക്ക് ആദ്യം വിജയരാജിൻ്റെ കമൻറ്റ് ഞാനൊന്ന് വായിച്ചു തരാം. ഓക്കെ, കൊന്ന് തിന്നടാ നായ്ക്കളെ നീയൊക്കെ കൂടി, ഒരു അമ്മയും കുഞ്ഞിനെയും ഡാനി കാര്യം അറിയാതെ ആരെങ്കിലും പറയുന്നത് കേട്ടു നീ ഈ ചെയ്യുന്നത് നിന്റെ ഇഷ്ടം, പക്ഷെ കാലം മറുപടി തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊന്ന് തിന്നടാ നായ്ക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പേഴ്സണലി വിളിച്ചപ്പോൾ ഡാനി ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ എന്നോട് പറഞ്ഞു ഡാനി ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ നമ്മളിങ്ങനെ അടിക്കുന്നയാൾ കേട്ടോ. പക്ഷെ ഡാനി അടിക്കുവാണെങ്കിൽ അടിക്കുന്ന കാര്യം അപ്പം മനസ്സിൽ തോന്നുന്ന കാര്യം അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ആ വ്യക്തിയെ കാണുമ്പോൾ ഞാനിപ്പം ഒരാളെ കുറിച്ച് അറിയിച്ചു, ഇതിപ്പോൾ കാണുന്ന വ്യൂവേഴ്സായ നിങ്ങളെക്കുറിച്ച് ഞാൻ അടിച്ചു. എന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ ഞാൻ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. എങ്ങനെ ഇരിക്കുന്നു? അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെ അടവ് കാണിക്കുന്നതൊക്കെ. ഇവൻ കാര്യം കാണാൻ വേണ്ടി എന്ത് തെണ്ടിത്തരം കാണിക്കും. ഇവൻ പറഞ്ഞു അതിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അവൻ നല്ലത് പറയുന്നുണ്ട്, ഞാനൊരു റെക്കോർഡ് വെച്ച് തരാം. ഓക്കെ, ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് ഇവൻ ചെയ്ത വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അതിലും ഞാനും സംസാരിക്കുന്ന കുറച്ച് റെക്കോർഡുണ്ട്, അത് കേൾക്കുക. സുനിതയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറയുന്ന തനിജയ്ക്ക് നമുക്കതിലൂടെ പബ്ലിക്കലി പറയാൻ പറ്റുന്ന മറ്റൊരു പേഴ്സൺ കൂടെ അതിനകത്ത് ഇൻക്ലൂഡാണ്. അവരൊന്നും ഇതിനകത്ത് പാർട്ടല്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. അപ്പം ഇവർ ഈ പറയുന്ന ഈ ജേണി ചേച്ചി അവർ വേറെ പേരിലാണ് ഞാൻ അവനോടും അവതരിപ്പിച്ചത്. അല്ലാതെ എനിക്ക് അവരുടെ ചാനലിൻ്റെ പേരോ അവരുടെ പേഴ്സണൽ പേരോ ഒന്നും അറിയില്ല. കാര്യം ഞാനത് ഫോളോ ചെയ്യുന്നൊരു ചാനലല്ല. അപ്പോൾ ഈ തനിജ ആ വിഷയത്തിൽ ഈ പറയുമാതിരി സുനിതയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറയുന്ന തനിജയ്ക്ക് സപ്പോർട്ടായിട്ടൊന്നുമില്ല, ഞാൻ സുനിതയുടെ ഒരു വിഷയം പറയാൻ വേണ്ടി ഞാൻ ഈ പറയുമ്പോൾ ഈ വ്യക്തിയെ വിളിച്ചിരുന്നു. ഈ ഡാനി സത്യൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നേട്ടം ഉണ്ടായിട്ട് എന്നോട് വളച്ചൊടിക്കാതെ സുനിതയുടെ കാര്യം സംസാരിക്കാനാണോ നീ എന്നെ വിളിച്ചേ? ഈ സുനിത ആരാ എനിക്കറിയത്തില്ല. ഇനി തനുജയുടെ പേരാണോ സുനിത അതും എനിക്കറിയത്തില്ല. ഓക്കെ, സുനിത മാറ്റി എനിക്ക് ആ പാടാൻ അറിയാതെ തനുവിൻ്റെ പേര് മാത്രം അറിയാം.
പിന്നെ ഇവരുടെയൊക്കെ ഇടയിലെ കഥകളൊന്നും വലുതായിട്ട് അറിയത്തില്ല, കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അത് ഞാൻ അതിലോട്ട് പോകുന്നുമില്ല. ഓക്കെ, മിനി ചേച്ചിയുടെ കാര്യം സംസാരിച്ചത്, തനുവിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന മിനി ചേച്ചി പൈസ മേടിച്ചിട്ടാ ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ തെളിവും കാര്യങ്ങളും ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറയുന്ന വിജയരാജ്. ആ വിജയരാജ് ഇപ്പം വന്നിട്ട് സുനിതയായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. ഏത് സുനിത ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കറിയത്തില്ല സത്യം പറഞ്ഞല്ല, ആരാന്ന് പോലും ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഈ പറയുന്ന സമീറ എന്ന് പറയുന്നത് അത് രസം വേറെ ഒന്നുമില്ല. അണ്ണോ സമീർ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ആ കാര്യങ്ങൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇതിന് ഒരുപാട് വർഷത്തെ കഥകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി. അത് ഒരു 2 ദിവസം ഇരുന്ന് പഠിച്ച് ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഈ കഥാപാത്രത്തിനൊക്കെ അറിയണ്ടേ, നമ്മൾ പുതിയ ആൾക്കാരല്ലേ, ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 വർഷമാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവൻ ഈ പറയുന്നത് എന്താന്ന് പോലും അവൻ അറിയത്തില്ല. പിന്നെ എൻ്റെ നേട്ടങ്ങളുടെ കാര്യം നീ പറ. കുറച്ച് പേര് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഈ വീഡിയോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേട്ടമുണ്ടെങ്കിൽ, അത് പണമായിട്ടോ എന്തോ ആയിട്ടായാലും നേട്ടമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല. കാര്യം എന്തെങ്കിലും ഗുണമുണ്ടല്ലോ, ആർക്കും ഗുണമില്ലാതെ നുണ പറയുന്നതിനെക്കാട്ടും നല്ല ഒരു നുണ പറയുവാണെങ്കിൽ പോലും അതിൽ നേട്ടമുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് ഉടനെ ഇദ്ദേഹം നേട്ടം ഞാനൊരു കാര്യം പറയാം. ഇവൻ ഈ നേട്ടം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്, ഇവൻ ഈ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് ഇവൻ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ? എനിക്കറിയാൻ പറ്റാണ്ട് ചോദിക്കുമോ? എന്നോട് ചോദ്യം ചോദിച്ചു, എന്താ ഡാനി ഇത് ചെയ്തത്? എനിക്കത് ചെയ്യണമെന്ന് തോന്നി ആ ഒരു കോണ്ടന്റ്, അങ്ങനെ ഞാൻ ചെയ്തതാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന തനുവിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഞാനോട് കോൺടാക്റ്റ് ഉള്ളവരുണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട്. ഡാനി അത് പോയി കാണ് എന്ന് പറഞ്ഞു ഞാൻ കണ്ടതാണ്. അതാണ് സംഭവം. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഇവനിങ്ങനെ തുരുതുരാന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയമാണ്. എൻ്റെ നമ്പർ ആർക്കും പോയിട്ടില്ല. ഈ ശിവൻ്റെ ഈ നമ്പർ, ആ നമ്പർ ആ പടങ്ങൾ 10-30 പേർക്ക് വഴി മാത്രമേ ഉള്ളൂ. ആ നമ്പർ പോയതിൻ്റെ ഒരു ദേഷ്യം. പിന്നെ തുരുതുരാന്നും പറഞ്ഞിട്ട് ഇവർക്കൊക്കെ വേണ്ടി സപ്പോർട്ട് പിടിക്കാൻ വരുന്നു. എനിക്ക് ഒട്ടും ഇങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ചിലപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞതാണ് സീരിയസ്ലി. എനിക്ക് ഒരു വ്യക്തിയോട് മിണ്ടാൻ താല്പര്യമില്ലാത്തൊരു ഇതായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് പൈസയുടെ കാര്യം പറഞ്ഞത്. കണ്ട് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലെന്ന് പറഞ്ഞു. എന്നിട്ട് വലിയ ഡയലോഗ് അടിയുണ്ട് ഇവൻ്റെ ഡയലോഗ് അടി. അപ്പോഴത്തേക്കും എന്തൊരു വിളിച്ചു, ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചു. എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്, ഞാൻ കുടിക്കാറും വലിക്കാറൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഇത് ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുന്നതും, പിന്നെ ഈ പൈസ മേടിച്ചിട്ട് എന്തുവാടെ ഇവരെ ഈ പറയുന്ന അമ്മയും മോളെയും ദ്രോഹിക്കാൻ വേണ്ടി ആര് പൈസ ഇറക്കും? അത് കേൾക്കട്ടെ, അത് ഇറക്കട്ടെ. അത് ആരാ ചെയ്യുന്നേ? ഞാൻ അത്ര മണ്ടനൊന്നും അല്ലടേ. നീ ഇതുപോലൊരു ലൂപ്പിൽ കിടക്കുന്നുണ്ട്, എങ്ങും എത്താതെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നത്. നമ്മളെല്ലാം കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ ഒരു നെഗറ്റീവ് ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ മിസ്ലീഡിങ് കൊടുക്കാറുണ്ട്. അത് സത്യമാണ്. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ കൊടുക്കുന്ന ഉള്ള കാര്യം തന്നെ കൊടുക്കും. പക്ഷേ ആൾക്കാർ വിശ്വസിക്കാത്ത ചില സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഉള്ളതായിരിക്കും ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ തെളിവ് സഹിതം ഞാനിത് അന്വേഷിക്കും. ഒരു കേസൊക്കെ ആണെങ്കിൽ ഞാൻ വിളിച്ച് നോക്കിയിട്ട് അവരെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ തന്നെ ആയിരുന്നു സംസാരിക്കുന്നത്. ഇപ്പം എനിക്ക് വിജയരാജനെ ഇഷ്ടമല്ല, നിങ്ങൾ ഇവൻ നാട്ടിലെ നല്ലവനായ ഉണ്ണിയാണെങ്കിൽ ആ ഇഷ്ടം എന്താണ് അതിൻ്റെ റീസൺ എന്ന് മനസ്സിലാക്കി വെച്ച് ഞാൻ സംസാരിക്കത്തുള്ളൂ. ഇവൻ ദ്രോഹിയാണെങ്കിൽ അതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ ദേഷ്യം തീർക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. നീ പറ. ഞാൻ പണം വാങ്ങി എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്നെ ഒരുപാട് തെറി പറയുണ്ടായി. എൻ്റെ കുടുംബത്തെ ചേർത്തൊക്കെ തെറി പറയുണ്ടായി. തിരിച്ചും ഞാൻ പറഞ്ഞുകൊണ്ട്, ഞാൻ അദ്ദേഹത്തെ മാത്രം പറയുന്നില്ല, അങ്ങനെ പറയുകയുണ്ടായി. അതിനെ തുടർന്ന് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇതിനിപ്പോൾ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരാളെ മോശമാക്കി പറയാനൊന്നുമില്ല, നടന്ന സംഭവം പറയുന്നു. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതേ കണക്ക് ഇന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്ന ആൾക്കാർ പണം വാങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞു. അത് മറ്റൊരാൾ പറഞ്ഞതെന്നാണ്. എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആക്ച്വലി അത് ആ ഒരു കാര്യത്തിന് ഞാൻ ഇത് ചെയ്യുന്നില്ല. അത് വേറൊരു വ്യക്തി മറ്റൊരു യൂട്യൂബറുമായിട്ട് സംസാരിക്കുന്നൊരു വോയിസാണ്. ആ വോയിസിൽ എനിക്കൊരിക്കലും എനിക്ക് ഈ പറയുന്ന വ്യക്തിയുടെ വോയിസ്, ഞാൻ ഒരു വ്യക്തിയുടെ, ഞാനുമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയുടെ വോയിസ് എടുത്ത് പബ്ലിക്കിൽ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. എൻ്റെ വോയിസ് പലരും എടുത്തു വെച്ച് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ഞാൻ വോയിസ് വിൽപ്പനക്കാരനായിട്ടും ഒക്കെ ചിത്രീകരിക്കപ്പെടുന്നത് എൻ്റെ വോയിസ് തന്നെ എടുത്ത് പല കഷ്ണങ്ങളാക്കി, ഇത് എന്താ പറയുന്നത്, പല കഷ്ണങ്ങളായി ഒട്ടിച്ചേർത്ത്. ഓക്കെ, ഇത് ഈ പറയുന്ന അമ്മയും മോളെയും ദ്രോഹിച്ചിട്ട് നേട്ടം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാക്കട്ടെ. കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കിട്ടിക്കോളും. അത് വേറെ കാര്യങ്ങൾ, അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതുലായിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ വിജിരാജിനെ വെല്ലുവിളിക്കുക, ആണുങ്ങളെ പോലെ ചങ്കുറപ്പുണ്ടെങ്കിൽ നീ ലൈവ് വാ, ഞാൻ ലൈവ് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നട്ടലുള്ള ആണാണെങ്കിൽ നീ വാ, ലൈവ് വന്നിട്ട് നമുക്കിരുന്ന് സംസാരിക്കാം. ചോദിക്കുന്ന ചോദ്യത്തിന് ആണുങ്ങളെ പോലെ ഉത്തരം പറ. നീ എന്തായാലും നീതിക്ക് വേണ്ടി അതിനുവേണ്ടി വീഡിയോ വെച്ച് കൊടുക്കാൻ വേണ്ടിയൊക്കെ നടക്കുന്നുണ്ട്. നട്ടനുള്ളവനാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം, നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
അതും ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ഫ്രോഡാണെന്ന് പലവരും പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, പിന്നെ ഒരു ചെറിയ വോയിസും കൂടെ വെക്കാം. അതും കൂടെ വെച്ചിട്ട് അതിലിൻ്റെ എൻ്റെയും കൂടെ ഞാൻ വെച്ചിട്ട് ഞാനങ്ങ് പൊക്കോളാം. ചേർത്തിട്ടാണ് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത് ചെയ്തിട്ട് എനിക്ക് പേര് വന്നത് വോയിസ് വിൽപ്പനക്കാരൻ. അതാണ് ഈ ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇന്ന് വരെ ഞാൻ എന്നോട് സംസാരിച്ചൊരു വ്യക്തിയുടെ വോയിസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇത് ചെയ്തിട്ടില്ല. ആ രീതിയിൽ ആ വ്യക്തിയും ഞാനുമായിട്ടൊരു ഇഷ്യൂ ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹം സോഷ്യൽ മീഡിയ ആയിട്ട് അടുത്ത് നിൽക്കാത്തൊരു വ്യക്തി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ അടുത്ത് അടുത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നമുക്ക് എടുത്ത് പബ്ലിക്കലി ഇടാൻ പറ്റാത്തതിന് കാരണം നമുക്കതൊന്നും പുറത്തിടാൻ പറ്റത്തില്ല. അത് പേഴ്സണലി ഞാൻ ഇവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ജേണി ചേച്ചിയോട് ഇങ്ങനെ ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറയാനും അത് അറിയിക്കാനും, കാര്യം ഇദ്ദേഹം പറഞ്ഞു എനിക്ക് അത്രയും വിശ്വാസമുള്ളൊരു ചേച്ചിയാണ് എന്ന് പറഞ്ഞപ്പോൾ അറിയിക്കാനും ഞാൻ പറയുകയുണ്ടായി. ഇദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് പോയി ഒരു പക്ഷെ അന്ന് പറഞ്ഞു കാണാം. ഓക്കെ എന്തൊക്കെയോ കിടന്ന് പുലമ്പുന്നുണ്ട്. ഇവൻ ഒരുപാട് പറഞ്ഞു അതുലിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, അതുൽ പറഞ്ഞ് ചെയ്തോ എന്തോ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ അടിക്കാം, എനിക്ക് ഏറെ സബ്ബുണ്ടല്ലോ, നിനക്ക് കുറവല്ലേ, നിനക്ക് റീച്ച് ആവട്ടെ. അപ്പം റീച്ചിന് വേണ്ടിയാണോ നീ ഓരോന്നൊക്കെ ചെയ്യുന്നതെന്നാണ് വിജിരാജയെ ആലോചിക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം അമ്മയ്ക്കും മോക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള രീതിയില്ല. എനിക്കറിയത്തില്ല മോനെ, പക്ഷെ നിൻ്റെ കുത്തിത്തിരിപ്പ് നിർത്തിക്കോ. ഇത് നിർത്തിക്കോണം അവിടെ വെച്ച് ഉള്ള തുറന്ന് പറയാമല്ലോ. ഇത് നിർത്തിയാൽ നിനക്ക് നല്ലത്. അത് പല കേസുകളും ഉണ്ട്. ഞാനത് അന്വേഷിച്ച് കറക്റ്റ് പോയപ്പം ഇവനെ അതുലിനെ പെടുത്താൻ വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അറിയുമ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആ ഒരു കേസായിട്ട് ഇനി എടുത്തിടുന്നില്ല. പല വ്യക്തികളും മറ്റേതാണെന്നും അതിൽ നിന്ന് പിന്തിരിയണം എന്നൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കിയേ. ഇവൻ ഈ വീഡിയോ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. നേരിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴൊന്നും ഇവന് ധൈര്യമില്ലാത്തവനാ. ഉള്ള കാര്യം പറഞ്ഞാൽ ഒരു നട്ടലില്ലാത്തവൻ. ഞാൻ പബ്ലിക്കായിട്ടാണ് പറയുന്നത്. ഇതവന് കൊള്ളുവാണെങ്കിൽ വന്ന് എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. ഓക്കെ, ഞങ്ങളൊരു കാര്യം കൂടെ വെല്ലുവിളിക്കുന്നത് ലൈവ് വിളിക്കും. ചോണ ഉണ്ടെങ്കിൽ വാ, ആണുങ്ങളെ പോലെ വന്ന് സംസാരിക്കാൻ നോക്ക്. അമ്മയും മോളെ പിച്ചി ചീന്തുന്ന നായ്ക്കളെ പോലെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ധൈര്യം അവിടെ കാണിക്കും. ഓക്കെ, അതിലും ഞാനും കൂടെ സംസാരിച്ചതിൻ്റെ ഒരു വോയിസും കൂടെ വെച്ചേക്കാം. കാണുക. ഹലോ നിനക്ക് എന്തൊക്കെ അറിയണമെന്ന് പറഞ്ഞല്ലോ, നീ പറ. എടാ, വിജയരാജിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചേ. അവനിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നാറിയുടെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. റീസെന്റ് ഞാനൊരു വീഡിയോ ചെയ്തത് നീ കണ്ടാണല്ലോ, മറ്റേ കൈസും ചാജിത വിഷയത്തിൽ. അത് കൈസിന്റെ നമ്പർ കൊണ്ടു കൊടുത്തത് ഈ നാറിയാണ്. ഇവന്റെ പേര് പോലും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇവൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ യൂട്യൂബേഴ്സിന്റെ പേരൊന്നും പറയുള്ളോ എന്നൊക്കെയാണോ എന്ന് പറയണത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ നാറിയുടെ പേര് പറഞ്ഞാൽ എന്റെ വാ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത്രയ്ക്ക് ഉഡായിപ്പാണ്. ഉഡായിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തില് ഈ യൂട്യൂബ് ഫീൽഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ചീഞ്ഞവനെ ഞാൻ കണ്ടിട്ടില്ല. വേറെ ചീഞ്ഞവന്മാരുണ്ടെങ്കിലും ഇവനെ പോലെ ഒരു ചീഞ്ഞവനെ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ റീസൺ ഇല്ലാത്ത കള്ള കഥകൾ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കിയെടുക്കാൻ ഈ കഴിവേറിയ പോയിട്ട് വേറെ ഇല്ല. സത്യം അമ്മാതിരി കള്ളനാണ് ഇവൻ. പല വിഷയങ്ങളിലും ഇവൻ എന്റെ കൂടെ വന്ന് ഇടപെട്ട് ഇവൻ നിന്നിട്ട് ഇവൻ കള്ള കഥ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കും. ഒരു വിഷയത്തില് ഒരു വ്യക്തിയുടെ ജെൻഡർ അടക്കം മാറ്റി പറഞ്ഞ് അയാൾക്ക് സ്ത്രീകളുമായിട്ടൊന്നും പറ്റത്തില്ല എന്ന് ഉള്ള രീതിയിൽ വരെ എന്റെ അടുത്ത് ഭയങ്കര മിസ്ലീഡിങ് ആയിട്ട് ഇവൻ കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ കാര്യങ്ങൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ, എന്തിനാണെന്ന്. അതായത് അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ഞണ്ണിക്കൊണ്ട് എന്നെ ആ വിഷയത്തിൽ നിന്നും വലിച്ചഴിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ള കഥ പറഞ്ഞുണ്ടാക്കിയവനാണ് ഈ വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന നാറി. ഇവ അങ്ങ് പറയുന്നുണ്ട് അതിൽ വലിയ ഇൻസ്പയർഡ് പേഴ്സണാണ്, അതിൽ കൂട്ടുകാരനാണ്, കോപ്പാണ്, തേങ്ങയാണ്, അരിയാണ്, മാങ്ങയാണ് ആണ്. ഒരു തേങ്ങയും ഇല്ല അതില്. ഇവനെ പോലെ ഒരുത്തനെ ഞാൻ കൂട്ടുകാരനാണ്, എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുമില്ല, ഒരു തേങ്ങയും ഇല്ല. പച്ചത്തെറിയാന്ന് പറഞ്ഞു. എടാ, ഇപ്പല്ലേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് വേറെ ഒരാളും കൂടി ഞാൻ കണ്ടു മിനിറ്റ് ഇരുന്ന് ഫോൺ മേടിക്കണം. അവൻ വലിയ നന്മമരം പോലെ തേങ്ങയാണ്, ഒരു തേങ്ങയില്ല കള്ളൻ. എടാ, വേറൊരാൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ആ വ്യക്തിയും ഇവനും കൂടെ എന്നെ വിളിച്ചിട്ട് ഇവൻ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഡാനി സത്യൻ പറഞ്ഞു, അതായത് ആ വ്യക്തി എന്ന് പറഞ്ഞ ആളുണ്ട്, ആളുടെ പേര് ഞാനിപ്പോ പറയണോ? അല്ല, അത് ഇനിയിപ്പം ഇതിലൊന്നും ഇല്ലാത്തൊരാളാണെങ്കിൽ ചുമ്മാ വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. എടാ, പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു ഡാനിയും അതിലും കൂടെ പ്ലാൻ ചെയ്യുന്നത് ആ വ്യക്തിനെ തകർക്കാൻ വേണ്ടിയാണ്. സ്ട്രൈക്ക് എനിക്ക് തനുജ സ്ട്രൈക്ക് വിട്ടായിരുന്നു.
ഓ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചത്. ആ അത് രസകരം അതല്ല. ഞാൻ പറയാറില്ല, എനിക്കത് വയ്യ, അതൊക്കെ ഞാൻ വിട്ട കേസാ. അപ്പം ആ വ്യക്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഡാനി അതിലും കൂടെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളെ അടിക്കാൻ വേണ്ടിയാണെന്നുള്ള രീതി കുത്തിത്തിരിപ്പുണ്ടാക്കി. ഞാൻ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് കോളിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എടാ കോളിൽ ആ ചേട്ടൻ ഉണ്ടായിരുന്നടാ, ആ ചേട്ടനെ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏത് ചേട്ടനാന്ന് മനസ്സിലായോ? ഇല്ലടാ, നമ്മുടെ ചേട്ടൻ ഒരാളുണ്ടല്ലോ. ഞാനിപ്പം ഞാൻ ഈ സംഭവം റെക്കോർഡ് ചെയ്യുക, വേറൊന്നുമല്ല. ആ ചേട്ടനെ നശിപ്പിക്കുക. എന്നിട്ട് ആ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു ലൈവില, മീൻസ് കോളിലാ. അപ്പൊ ഞാൻ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, നീ എന്നോട് പറഞ്ഞല്ലേ ജേണി വിത്ത് മീയുടെ കാര്യം, അവർ പൈസ മേടിച്ചിട്ടാ ചെയ്യുന്നതിന്, അതിന്റെ തെളിവ് സഹിതം ഞാൻ നിന്റെ അടുത്ത് തരും എന്നുള്ള രീതി. ഞാൻ ഇപ്പൊ തരാൻ പറഞ്ഞു. ഞാൻ വെല്ലുവിളിച്ചായിരുന്നു അവനെ ആ സമയത്ത്. ഞാൻ അവനെ വെല്ലുവിളിച്ചാൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കുന്ന പറഞ്ഞു. കാരണം അവരൊരു മനുഷ്യരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അവര് ഈ പറയുന്ന കൂട്ടി അവരുടെ യൂട്യൂബ് ചാനൽ വരും. ഞാൻ എങ്ങനെയാ അവന്റെ കമ്പനി വിട്ടത്? ഇവനെ പോലത്തെ ഒരു ഫ്രോഡ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ ആദ്യം ഒരു മൂഞ്ച പരിപാടി എന്നോട് കാണിച്ചു. ഓക്കെ, അത് ഞാൻ വിട്ട്. എന്നിട്ട് അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിന്നൊരു കേസ്, വീഡിയോ ചെയ്യുന്ന കേസ് തന്നെയാണ്. ഞാൻ ആ കേസൊന്നും പറയുന്നില്ല, എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. അല്ല, നീ ഇൻസൾട്ട് ആയ ഒരു കേസാണോ? നീ കഴിഞ്ഞ വർഷം എനിക്ക് ഞാൻ പറയട്ടെ, മനസ്സിലായി. ഞാൻ ആ സമയത്ത് ഞാൻ വളരെ കത്തി നിൽക്കുന്ന ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ അവരുടെ കയ്യിലൊന്ന് പൈസ വാങ്ങി. ആ കേസ് എനിക്കറിയാം. പൈസ വാങ്ങിയതിന് ശേഷം ഇവൻ എന്റെ അടുത്ത് വന്ന് പറയുകയാണ്, അയാൾക്ക് സ്ത്രീകളുമായിട്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവന്റെ പൈസ വാങ്ങി ഞണ്ണിക്കൊണ്ട് എന്റെ അടുത്ത് കള്ളം പറഞ്ഞുണ്ടാക്കി. ഞാൻ പൂരെ തെറി വിളിച്ചിട്ട് ഇവൻ കോൾ കട്ട് ചെയ്തിട്ട് ഓടിക്കളഞ്ഞു. അങ്ങനത്തെ വൃത്തികെട്ടവനാണ് ഇവൻ. പറയുന്നുണ്ടല്ലോ, അതൊരു കൂട്ടുകാരൻ തേങ്ങയാൻ വായന ഞാൻ സത്യം എനിക്ക് തെറപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്റെ വർത്തമാനം കേൾക്കുമ്പോ. അമ്മാതിരി കള്ളനാണ്. ലോക കള്ളൻ. ഇവന്റെ കൂടെ കൂട്ടുകൂടിയ തൊലഞ്ഞെന്നങ്ങ് കൂട്ടിയാൽ മതി. അമ്മാതിരി കള്ളനാണ്. വിശ്വസിക്കാൻ കൊള്ളാത്ത എടുത്ത് പല ഫ്രോഡ് പരിപാടിയും ചെയ്യുന്നുണ്ട്. ഇവൻ പറയുന്നുണ്ടല്ലോ, ഇവൻ യൂട്യൂബിൽ 2-3 മാസം ചേരുമ്പോഴാണ് പൈസ കിട്ടുന്നത്. എങ്ങനെ കിട്ടും? കയ്യിലിരിപ്പ്. അതുപോലെ തന്നെ. അപ്പൊ എങ്ങനെയാണ് ഇവൻ ജീവിക്കുന്നത്? ഇവൻ പണിക്ക് പോകുന്നുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരെ മൂഞ്ചിച്ച് അടിയിൽ കൂടി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പലരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പല ഫ്രോഡ് പരിപാടിയും കാണിക്കുന്നുണ്ട്. പലർക്കെതിരെ ഇല്ലാക്കാതെ പറഞ്ഞുണ്ടാക്കി അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവൻ നീങ്ങുന്നത്. കള്ളൻ എന്ന് വെച്ചാൽ ലോക കള്ളത്തനാണ് ഇവൻ കാണിക്കുന്നത്. കൈസിന്റെ കേസ് മറ്റേ വ്യക്തി കൈസിന്റെ സ്ഥാപനത്തിൽ പോയി കൈസ് പുറകുവശത്തൂടി ഇറങ്ങി ഓടിയെന്നൊക്കെ കള്ള ചൂമ പടച്ചു വിടുന്നത്. ഇവൻ ഉൾപ്പുണ്ട്. കൈസ് അന്ന് ഇവനെ വിളിച്ച് പൂരത്തെറി വിളിച്ചു. ഞാൻ വോയിസ് കേട്ടതാ. കൈസ് എനിക്ക് ഓർമ്മ, ഞാൻ കേട്ട സാധനം പൂരത്തെറി വിളിച്ചു ഓട്ടിച്ചോന്നെ ഈ വിജയന്. ഞാൻ കേട്ട സാധനം. എന്നിട്ട് ഇവൻ വന്നിരുന്ന് വലിയ വീരവാദം മുഴക്കുന്നുണ്ടല്ലോ. അവന്റെ അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്കാൻ അവൻ പിടിച്ച് കച്ചത്തിന്റെ ഇടയിൽ കയറ്റുവാനെ. അങ്ങനെ കള്ളങ്ങനെ വെറും ഈ വായ്ത്താള മാത്രമേ ഉള്ളൂ. ഞാൻ ഇവനെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, ഇവനിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ 1-2 സ്ഥലങ്ങളിൽ ഒക്കെ ഉള്ളതാണ്. വായ്ത്താളം മാത്രമുണ്ട്. നേരിട്ട് കാണുമ്പോ ഇല്ല. ഈ വീഡിയോയ്ക്ക് വന്നിരുന്നത് കൊണ അടിക്കുന്ന വായ്ത്താളം മാത്രം ഉണ്ട്. അതിലെ ഞാൻ എന്തായാലും ഈ ഒരു വോയിസ് പോസ്റ്റ് ചെയ്യും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തായാലും ഇതെല്ലാരും കേൾക്കുന്ന കാര്യമല്ലേ. ഇവരാ തനുജയ്ക്ക് ഒരു വീടെന്നും പറഞ്ഞിട്ടൊരു ഞാനൊരു ഒരു പദ്ധതി നടത്തി. ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തനുജയുടെ വീടിന്റെ പ്ലാൻ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്ത് എന്റെ പിറ്റേ ദിവസമാണ് തോന്നി പിറ്റേ ദിവസം ഇവൻ എനിക്ക് മെസ്സേജ് എന്റെ പേഴ്സണൽ നമ്പർ ഒറ്റ മനുഷ്യന്റെ ഇല്ലല്ലോ. ആ പടം കണ്ട് 10, 30, 32 പേരുടെ കയ്യിലുള്ളൂ ആ നമ്പർ എല്ലാം കൂടെ. അത് അത്യാവശ്യമായിട്ട് മാത്രം അത്ര പേരെ കൊടുത്തിട്ടുള്ളൂ ഞാൻ. ഓക്കെ, ഇവനെന്നെ ആ നമ്പർ തപ്പിപ്പിടിച്ച് ഇവൻ എന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോ ഇവൻ പറയാണ്, ഡാനി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, കമന്റ് ഞാൻ കണ്ടായിരുന്നു ബ്രോ, അത് കമന്റ് കാര്യമാക്കണ്ട, അത് നമ്മൾ പഞ്ചിലായല്ലോ അടിക്കുന്നതാ, മനസ്സിലായോ? എന്റെ കമന്റിൽ വന്നിട്ട് നീ അവിടെയൊക്കെ പച്ച ഇറച്ചിയൊക്കെ തിന്ന് ഇത്. അപ്പൊ ഞാനത് ചോദിച്ചു, ബ്രോ അതൊക്കെ തമാശ, നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ പൊടിയിടുന്നു. അവൻ പൊടിയിടുമായിരിക്കും, നമ്മൾ അതുപോലെ ചെയ്യത്തില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ മാത്രമേ വിളിച്ചു പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ ഇവനോട് ഒരു കാര്യം ചോദിച്ചു, എന്താ ബ്രോക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചു. എന്തിനാ ഇപ്പൊ തനുജ ബ്രോ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞ സമയത്ത്, ഞാനിപ്പോ ഒഴിയാൻ വേണ്ടി എന്നോട് ഒരാളൊക്കെ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഡാനിക്ക് എന്താ നേട്ടം? ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആട്ടെ എന്ന് പറയും. കാരണം സംസാരിച്ച് ഇവനൊരു
കുറെ ഒരു 10-40 വോയിസ് അയച്ചവനാ, കുറെ വോയിസും ചാറ്റും കൂടെ അയച്ചു. എനിക്ക് എങ്ങാണ്ട് ഏതാണ്ട് ദേഷ്യം വന്നപ്പോഴാൻ പറഞ്ഞത് അതെന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ നേട്ടത്തിന്റെ കാര്യം എങ്ങാണ്ട് ഇവനെങ്ങാണ്ട് പൈസ അങ്ങോട്ട് മേടിക്കും ആ ഒരു അർത്ഥം വെച്ച് സംസാരിച്ചു. എഴുതി വെച്ച ഫ്രോഡ് പരിപാടിയാണ്, ലോട്ടറി തട്ടിപ്പ് നടക്കുന്നില്ല, അതിന്റെ അപ്പുറത്തുള്ള ഫ്രോഡ് പരിപാടി ആയിരിക്കും കാണിച്ചു കൂട്ടും. എടാ കേക്ക്, ഇത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ എന്തോ പൈസ മേടിച്ചിട്ടുള്ള രീതിയില. എടാ ഇവിടെയൊക്കെ കേസ് കെട്ടി പൈസ മേടിച്ചിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? നീ ഒന്ന് ആലോചിച്ചു. എടാ പൈസ എടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ പറഞ്ഞു. രണ്ടാമത് നമ്മൾ പൈസ മേടിച്ചിട്ട് അത് മറ്റതാണ് തേങ്ങ ഇങ്ങനെ പറയണ ആലാഴ്ച കൊടുക്കും. അതല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറി. ഞാൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചു. ഉള്ളാരും പറയില്ല, എനിക്ക് ഈ കള്ളു കൂടി സിഗരറ്റ് വലിക്കുന്നത് ഈ കാര്യങ്ങൾ വെച്ച് എന്നെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇതുപോലെയുള്ള കള്ള പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു, ഇഷ്ടം പോലെ വിവരം പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ കണ്ടോ, നീ ഇവിടെ വന്ന് എന്നെ ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടാക്കുക, നീ കൊല്ലത്തല്ല, അല്ലെങ്കിൽ ഞാൻ വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അതിന്റെ ഇടയിൽ പിന്നെ വേറെ വീട്ടിൽ പോയപ്പോ വീട്ടിന്റെ കക്കൂസിന്റെ ബാക്ക് വഴി പൊത്ത് എണീച്ച് ഓടിയവനാണ് ഇവൻ. ഇവനാണ് ഈ വലിയ വായ്ത്താവടിക്കുന്നത്. എടാ ഒരു നട്ടലും ഇല്ല, ഒരു ഇതുമില്ല. ഉള്ളാരും ഇപ്പൊ അവൻ വീഡിയോ വന്നിട്ട് മാനീനാവാൻ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, സ്വന്തം അമ്മ ഇട്ടിട്ട് അവൻ ഓടി രക്ഷപ്പെട്ടവനാണ് അവൻ. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണെങ്കിൽ അവിടെ നിൽക്കും. അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം ഇവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ പാവമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവനെ പോലെ ഒരു ലോ ഉടായ്പ വേറെ ഇല്ലെന്ന് ഞാൻ പിന്നെയാണ് കാലക്രമേണ മനസ്സിലാക്കിയത്. കൂടെ ഒന്ന് കൂട്ടുകാർ വെട്ടുന്ന പരിപാടിയുണ്ട്. പലവന്റെ പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ കൂടെ കൂട്ടുകാരനെ പോലെ നിന്നുകൊണ്ട് ചതിക്കുന്ന പരിപാടിയാണ്. മനസ്സിലായില്ലേ? കൂടെ നിർത്താൻ കൊള്ളത്തില്ല. അത് വേറൊരു സത്യം, വാസ്തവമായ കാര്യം. അല്ല 10-38 വയസ്സാ കണ്ടില്ലേ ഇങ്ങനെ. അതുകൊണ്ട് വേറൊരു കേസ് പറയുന്നുണ്ടായിരുന്നു. എന്തോന്ന് ഞാൻ ഇവനും കൂടി പ്ലാൻ ചെയ്ത് എടാ ഇന്നലെ എന്നെ വിളിച്ചപ്പോ ഇതാ പറഞ്ഞ, ഡാനിക്കറിയാവോ ഞാനും അതിനും കൂടെ പ്ലാൻ ചെയ്തിട്ടാ വീഡിയോ ചെയ്യുന്നേ. അതായത് എനിക്ക് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് നീ ആണെങ്കിൽ എന്നെ വെച്ച് സംസാരിച്ചോന്ന് എങ്ങാണ്ട് ഇവൻ അങ്ങനെ കണ്ട് സംസാരിച്ച എന്റെ അടുത്ത്. ഞാൻ പ്ലാൻ ചെയ്ത് വീഡിയോ എനിക്കിതല്ല പണി. അല്ല ഇന്നലെ പിന്നെ വേറൊരു പോയിന്റ് ഉണ്ട്. ഇന്നലെ ജേണി വിത്തിമയുടെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു താൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോടോ എന്ന് ചോദിച്ചു. അപ്പൊ ഷഫീന ബീബിയുടെ കാര്യം പറഞ്ഞു. പിന്നെ വേറെ എന്തോ സുനിത സനിത ഏതാണ്ടൊക്കെ ഒരുത്തിയുടെ കാര്യം പറയുന്നത് കേട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഷഫീന ബീബിയുടെ പറഞ്ഞിട്ടില്ല, സുനിതയുടെ എങ്ങാണ്ട് വിഷയത്തിലാണ് അവർ പൈസ മേടിച്ചെന്നുള്ള രീതി. ഈ പറയുന്ന ജേണി വിത്തമേക്ക് അതായത് മിനിച്ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് ABCD പോലും അറിയത്തില്ല. അവര് വന്ന് വീഡിയോ ഇടും, അവരുടെ അഭിപ്രായം പറഞ്ഞു പോകും. അവർ ഈച്ചയ്ക്ക് പോലും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അതിലെ ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്നത് നമ്മുടെ തമ്പുലൈനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നത് നമ്മൾ കാണണ്ടേ. അത് വെച്ചിട്ടാണ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഒരു കുഞ്ഞിന്റെ ഒരു വിഷയം വന്നപ്പോ അവരെന്തോ പറഞ്ഞു, അത് എനിക്ക് പറ്റിയൊരു തെറ്റാ. ഞാൻ അത് പരസ്യമായിട്ട് എപ്പോ ഇവിടെ വെച്ച് കണ്ടാലും ഞാനത് മാപ്പ് പറയും. അത് എന്റെ ഒരു രീതി. തെറ്റെന്ന് പറഞ്ഞാൽ മൊത്തം എന്റെ ഭാഗത്തല്ല തെറ്റ്, ചില വാക്കുകൾ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നില്ല. ഓക്കെ. ഇവിടെ ഇന്നലെ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവന് ഉത്തരം മുട്ടുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അദ്ദേഹത്തിനോട് പറഞ്ഞത് ഡാനി അതിലും കൂടെ നിങ്ങളെ സ്ട്രൈക്ക് അടിച്ച് നിങ്ങളാണ് ഈ സ്ട്രൈക്കിന്റെ ഉസ്താദ്, നിങ്ങളാണ് അടിപ്പിച്ചതെന്നുള്ള രീതിയിൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. സത്യം പറയാലോ, ഈ നായെ കൈ കിട്ടിയ കൈ വാരി താഴെ അടിച്ച് മുലത്തി അടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. സത്യം പറയാം. ഇപ്പൊ ഈ പല തന്തയുടെ സ്വഭാവം കാണിക്കുന്നത്. എടാ സത്യം പറഞ്ഞാൽ തനുജ എനിക്ക് സ്ട്രൈക്ക് തന്നത്, തനുജയാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. പക്ഷെ ആ വിളിച്ച പുള്ളിയോട് പറഞ്ഞത് ഡാനിക്ക് സ്ട്രൈക്ക് അടിച്ചത് ആ പുള്ളിയാണെന്ന്. പിന്നെ ഞാനും നീയും കൂടെ അദ്ദേഹത്തിനെ ഞാനും നീയും കൂടെ അദ്ദേഹത്തിനെ എന്താ പറയണ്ടേ വെട്ടാനും ചതിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതി പറഞ്ഞെന്ന്. ഇവന്റെ കേസ് നിനക്കറിയാമോ? ഇവന്റെ സ്ഥിരം പരിപാടിയാണ് ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്ത പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇടുക. പണ്ട് ഇവന്റെ സ്ഥിരം പരിപാടിയേ ഇതായിരുന്നു. അങ്ങനെ പലരെയും കുറിച്ചിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞു പല വീഡിയോസും ഇട്ടിട്ടുണ്ട്. എനിക്കതൊക്കെ അറിയാം. അതിനുശേഷമാണ് ഞാൻ പതുക്കെ ഇവന്റെ തനിക്കൊന്നും മനസ്സിലാക്കി തുടങ്ങിയത്. പിന്നെ ക്രമേണ കൂടെ ഒന്ന് പുതുകാലം കൂടി വെട്ടുന്ന പരിപാടി കാണിച്ചത് വേണം. ഞാൻ മൊത്തത്തിൽ വലിയ എടാ ഞാനൊരു കാര്യം പറഞ്ഞു, ഇവരെല്ലായിടത്തും താങ്ങി നിൽക്കും. ഇപ്പൊ ഈ തനുജയ്ക്ക് ഒരു വീടെന്നും പറഞ്ഞിട്ട് ഇറങ്ങി വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 5 ഡയലോഗായിട്ട് വരികയും ചെയ്യും. വീടിന്റെ 10 വീടിന്റെ ഷീറ്റ് ഇടാനുള്ള പൈസ പോലും അവിടെ കൊടുക്കില്ല, മുക്ക്. അതാണ് സംഭവിക്കുന്നത്. എടാ അവര് തമ്മിൽ കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അവനും അവളും തമ്മിൽ അവര് ആ ചേച്ചിയോ ആന്റിയോ തനുജ വീട് പദ്ധതി എനിക്ക് അറിയത്തില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇവൻ പല നമ്പരും ഇറക്കുന്നുണ്ട്. ഇവൻ എന്നെ വിളിച്ചിട്ട് അവൻ പാവങ്ങളാണ് ആ കൊച്ചുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇവൻ നമ്മളെടുത്ത് താങ്ങി നിൽക്കുന്നു. അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും ഓപ്പൺ അല്ലല്ല ഓപ്പൺ ആയിട്ട്
എടാ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഇവൻ അങ്ങനല്ല. ഇപ്പൊ നമ്മൾ അവനെതിരെ ഒരു വീഡിയോ ചെയ്താല അവൻ എന്തെടുക്കും, നമ്മളെ വന്നിട്ട് താങ്ങുക ചെയ്യുന്നത്. താങ്ങി എന്ന് സംസാരിച്ചിട്ട് ബ്രോ ഞാൻ കമന്റ് ഇട്ട വേറൊന്നുമില്ല, ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാന്ന്. ഞാൻ പറയട്ടെ, അങ്ങനെയൊക്കെ കാണിക്കുന്നവനെ വിശ്വസിച്ച് നിൽക്കുന്ന കുറെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, കുറെ മണ്ടികളും ഉണ്ട്. കമന്റ് സാധനം ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഇവനൊന്നും ഇല്ല. പക്ക ഫ്രോഡാ. എനിക്ക് പക്കായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഇവന്റെ അടുത്ത് നിന്നൊക്കെ ഞാൻ മാറിയത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഫ്രോഡ് പരിപാടികളായിട്ട് കമ്പനി അടിച്ചിറങ്ങാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാനത് പറഞ്ഞു. അല്ല, ഇന്നലെ സംസാരിച്ചപ്പോ ഒരു ഊടായ്പ സംസാരമായിരുന്നു. അത് ആ കൂടെ നിന്ന ആൾക്കും അത് മനസ്സിലായെന്ന് തോന്നുന്നു. ആ ചേട്ടന്റെ പേര് ഇവിടെ പറയുന്നില്ല ഞാൻ. പുള്ളി പിന്നെ നമ്മുടെ ഒരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പച്ചയായിട്ട്. എനിക്ക് കോൺഫിഡൻസോടാ പറഞ്ഞേ. സ്ട്രൈക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വിജിരാജിനെ നിർത്തി അങ്ങ് പൊരിപ്പിച്ച് കളഞ്ഞു. ഞാൻ പൊരിപ്പിച്ചു. അവനൊരു അക്ഷരം വേണ്ടിയില്ല. എനിക്ക് മിനി ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് കൂടുതലും ചിരി വന്നത് കാശ് മേടിച്ചെന്നുള്ള രീതിയിൽ. അവരൊരു മനുഷ്യനോട് പോലും അവരുടെ നമ്പർ ചിലപ്പോൾ അവരെ കാണും, ചിലപ്പോൾ അവരുടെ മക്കളെ കാണുമായിരിക്കും, ഹസ്ബൻഡിന്റെ കാര്യം. യൂട്യൂബിൽ ഒരു ഈച്ചട പോലും ഇല്ല. പിന്നെ ഇവ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രൈബർ കൗണ്ട് നോക്കിയിട്ടാണ് അവന്റെ പേര് ഞാൻ പറയാത്തത്. 2000 സബിന് താഴെയുള്ള ആൾക്കാരുടെ വീഡിയോ വരെ മെനഞ്ഞാൻ ഇന്നലെയൊക്കെ എടുത്ത് ഞാൻ വരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ ഇന്ന വരെ കൗണ്ട് നോക്കിയിട്ടല്ല ഞാനായാലും നീ ആയാലും ആരായാലും വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇവനെ പോലെയുള്ള ഒരു പരാറിയുടെ പേര് എനിക്ക് പറയാൻ താല്പര്യമില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ചീത്ത പേര് നിനക്ക് വിളിച്ചിട്ട് അറിയാം ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്, ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞ് നീ എനിക്ക് അവന്റെ വീഡിയോ ഒരാഴ്ച വന്നുകൊണ്ടാണ് ഞാൻ കേട്ടവളിന്റെ വീഡിയോ ഞാൻ കണ്ടത്. എടാ ചിലവരുടെ ഒരു വിചാരമുണ്ട് യൂട്യൂബേഴ്സിന്റെ ചെറുപ്പം അനുഭവം. ജാസിയുടെ വിഷയത്തിൽ വന്നിട്ട് ഇവ എനിക്കെതിരെ വീഡിയോ ഇട്ടിരുന്നു. എന്ത് കോമാളിത്തന്നോടാ ഞാൻ വിളിച്ചു പറയുന്നത്. എടാ നിക്കടാ, അതെന്നോട് പറഞ്ഞു. എടാ അത് ഞാൻ ചോദിച്ചു. ജാസിയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഇവൻ എന്നോട് പറഞ്ഞത്. അതിൽ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ ഇടാനാ കുഴപ്പമൊന്നുമില്ലെന്നുള്ള രീതിയിലാണ്. നീ പറഞ്ഞിട്ടുണ്ടെന്ന്. എടാ ജാസിയുടെ മാത്രമല്ല പല കേസുകളിലും നിനക്കെതിരെ ഇട്ടാ നീ കുഴപ്പമില്ല, നിന്റെ അനുഭവത്തോടാ ഇടുന്നതെന്നാണ് അവൻ എല്ലാവരോടും പറയുന്നത്. അത് തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇവനിപ്പ എന്റെ അനുഭവത്തോടെ അല്ല, നീ അവനെ കോൺഫറൻസ് കോളിൽ വല്ല ഇടാണെങ്കിൽ ഇപ്പൊ ചോദിപ്പിക്കാം അവന്റെ ഊത്താണ് തീർത്തു കൊടുക്കാം. എനിക്ക് ആ പുല്ലന്റെ നമ്പർ നമ്പരൊന്നും ഇല്ല. അന്നങ്ങാണ്ട് അയച്ചു ഞാൻ പട്ടി വില കൊടുക്കത്തില്ല. സത്യം പറയല, പല നന്ദിയുടെ സ്വഭാവം കാണിക്കുന്നത് അവന്റെ മാന്യതയായിരിക്കും. വീഡിയോ വന്നിട്ട് ഞാൻ ആരെയും തെറി പറയുന്നില്ല, അത് പറയുന്നില്ല. നമ്മുടെ മനസ്സിലുള്ള കാര്യം ഉള്ളവരെ തുറന്നു പറയാം. അത് ഞാനാണെങ്കിലും നീ ആണെങ്കിലും. പക്ഷെ അവൻ അങ്ങനല്ല. അവൻ ആൾക്കാരുടെ മുമ്പിൽ കണ്ണി പൊടിയിട്ട് സിമ്പതി പിടിച്ച് നോക്കുന്ന ഇതുവരെ ഒരു മൈമോനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കാരണം ഇതുപോലെ ഞാൻ അത്രയ്ക്ക് വെറുത്തു പോയി. അതുപോലെ കുത്തിത്തിരിപ്പ്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ഓർത്തിട്ട് മാത്രമാണ് ഒന്നും മിണ്ടാത്തത്. എന്റെ പൊന്നളിയ, ഞാൻ ഇനി ഇവന്റെ വള്ളിക്കെട്ടെന്നല്ല പറയണ്ടേ, ഇവന്റെ ഒരു സംഭവം നമ്മൾ സംസാരിക്കാൻ പോലും കൊള്ളത്തില്ലടാ. ആദ്യം പറയാൻ ഞാനൊരു കാര്യം പേഴ്സണലി പറയാം. എന്താണ്, നമുക്ക് എല്ലാവർക്കും വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഏണിങ്സും വേണം, റീച്ചും വേണം, എല്ലാം വേണം. പക്ഷെ അതിലെല്ലാം എത്തിക്സ് എന്ന് പറയുന്ന സാധനം കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഒന്ന് അത് ക്ലിയർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അല്ലാതെ ഇവനെ പോലെ പൈസക്ക് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലാത്ത പരിപാടി നമ്മൾ കാണിക്കാറില്ല. എടാ ഇവിടെ ഉള്ള നമ്മൾ ആ പടം ഞാൻ ഇച്ചിരി ഇതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മിസ്ലീഡിങ് കൊടുക്കാറുണ്ട്. കാരണം ആൾക്കാർ കാണത്തില്ല. പക്ഷെ ആൾക്കാർ വന്ന് കണ്ട് കഴിഞ്ഞിട്ട് വയ്ക്കാറുണ്ട്. ഓക്കെ, അത് വിട്. പക്ഷേ ഈ നാറ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കും. മനസ്സിലായ ആളുകളെ പറ്റിയിട്ട്. പണ്ടും ഇവൻ പലരുടെയും പൈസ വാങ്ങിയിട്ട് ഇവൻ പല പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഐ നോ. ഞാനൊരു കാര്യം പറയട്ടെ, സമയമാകുമ്പോ അതൊക്കെ പുറത്ത് വിടണം. നീ എന്നോട് പണ്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ജനങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങൾ. ഞാൻ മാങ്ങാത്തൊലിയൊന്നും ചെയ്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്റെ ഇല്ല. അല്ലാണ്ട് എനിക്കറിയാം പല കാര്യങ്ങളും അറിയാം. പല വിഷയങ്ങളിലും ഇവ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് മോനെ. പൊളിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവനൊക്കെ മാറിപ്പോവും പല വിഷയങ്ങളും. അമ്മാതിരി ചീഞ്ഞ കേസാണ്. എനിക്ക് ഇവനെ പറ്റി സംസാരിക്കാനേ താല്പര്യമില്ല. ഞാൻ ഇവനെ ഒന്നും സത്യം പറയാലോ ഒരു എതിരായിട്ട് കണ്ടിട്ടില്ല. കാണാത്തതിന്റെ അർത്ഥം ഇവൻ വെറും തീട്ടുവാ. മനസ്സിലായോ? അല്ല, ഞാൻ ഇതൊരു വീഡിയോ ചെയ്യും. ഞാൻ എന്റെ മെയിൻ ചാനൽ ഇടത്തിലാണ്. എന്റെ ഒരു കൊച്ചു ചാനലുണ്ട്. ആ കൊച്ചു എവിടെ വേണോ കൊണ്ടിടും.
അല്ല ഞാനൊരു കൊച്ചു ചാനൽ, ഇവൻ പറയത്തില്ലേ, ഇവൻ പറയുന്നത് നമ്മള് വലിയ ചാനലാണ്. 20 മിനിറ്റിന്റെ ഒരു കുറച്ച വീഡിയോ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എടാ കണ്ടാ വിട്ടിത്തനോടാ വിളിച്ചു പറയുന്നത്. എടാ അവൻ പറയുന്നുണ്ട് വലിയ ചാനൽ, എന്റെ ഒരു കൊച്ചു ചാനൽ കിടപ്പുണ്ട്, ഞാൻ അതിൽ തന്നെ ഇടത്തുള്ളൂ. ഇതുവരെ അതിൽ ഞാൻ എവിടെയും പറയുന്നത്. പറ. വീട് പോട്ട്. ചീഞ്ഞ കേസുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ച് ചുമ്മാ നമ്മുടെ സമയം കളയുന്നത് വെച്ചാൽ പൊട്ടിച്ച ആരാണങ്ങ് പൊട്ടിച്ചാലോ എന്നാലും എനിക്ക് നല്ല കലിപ്പ് വരുന്നുണ്ട്. കോഴി എങ്ങാണ്ട് ഒരു നമ്പർ ഉണ്ടെങ്കിൽ പിടിച്ച് ആടിയാണ് പുറത്ത്. എടാ അല്ല ഇങ്ങനെ ഒരു ഫോണ്. അത് ഞാൻ എന്റെ നാളത്തെ ഒരു വീഡിയോക്കകത്ത് ആൾക്കാരോട് ഞാൻ പറയുന്നുണ്ട് വിജിരാജിന്റെ കാര്യം. അതായത് ചങ്കറപ്പുണ്ടെങ്കിൽ വിജിരാജ് വാ, നമുക്കൊരു 3 പേർക്കും കൂടെ ഒരു കോൺഫറൻസ് കോളോ അല്ലെങ്കിൽ ഇട്ടൊരു വോയിസോ അല്ലെങ്കിൽ ഒരു ലൈവോ. ഓ അതെ അതെ അതെ. വിജിരാജ് ഇടം മാറി നീ ഇതെന്തായാലും കേൾക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കേൾക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഡാനിയും കൂടി ഒരു കോള് വിളിക്കാം. നീ ചോണ ഉണ്ടെങ്കിൽ നീ ഷഫീന വന്നപ്പം മുണ്ടും പൊക്കി മറ്റേ ബാത്റൂമിന്റെ ബാക്കിൽ കൂടി ഷീറ്റും പൊക്കി ഓടിയത് പോലെയല്ല, ചോണ ഉണ്ടെങ്കിൽ എന്നെ ഡാനിയും നിർത്തി ഒരു കോൺഫറൻസ് കോളിൽ നീ വാ. നിന്നെ ഞാൻ വെല്ലുവിളിക്കണം. അത്രയ്ക്ക് നിനക്ക് ചങ്കൂറ്റം ചങ്കുറപ്പും ഉണ്ടെങ്കിൽ, മനസ്സിലായ? അല്ലാണ്ട് കിടന്ന് കൊണയടിച്ച് ഇല്ലാതെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തരാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ നീ വാ. നിന്നെ ഞാൻ വെല്ലുവിളിക്കണം. നീ എന്തായാലും ഇത് കേട്ടെന്ന് എനിക്കറിയാം. നിന്നെ പോലെ ഒരു വേട്ടവാളയും എനിക്ക് തരമല്ല. ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് നീ എനിക്ക് തരമല്ല. ഇതിന് എന്ത് തേങ്ങയെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട്. ഇല്ലാതെ പറഞ്ഞുണ്ടാക്കുന്ന നീ ചോണയോളം മാറിയാണെങ്കിൽ നീ വാ. വെല്ലുവിളിക്കുന്നു. എന്താണ് എന്റെ പ്രതീക്ഷ? അത് ഞാൻ കേൾപ്പിക്കാം. കുറെ ആൾക്കാരുടെ അടുത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയടാ. അതൊന്നും ആലോചിച്ച്, അത് അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒന്ന് ആലോചിച്ച്. ഇവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തുമില്ല. ഇവനെ അങ്ങനെ വെറുതെ എനിക്ക് നല്ല വലിച്ചു കയറാനുള്ള ദേഷ്യമുണ്ട് മൈനെ. എന്താ പറയാനാന്ന് പറ. ഹലോ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്ത ചിലവാകും. ഉളുപ്പില്ലാത്ത പാതൂരി പോലെ ജീവിച്ചുകൂടെ അവനൊക്കെ? എനിക്ക് തോന്നുന്നില്ല ആണും പെണ്ണും കെട്ടവനാണോ. തോന്നുന്നില്ല. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേ. ഇച്ചിരി ഓവറാടാ ഇത്. ഇതും ശരിക്കും ആൾക്കാരെ ഇതാക്കുക ശരിക്കും. ഹലോ കേൾക്കാടാ. അന്നേരാ ഞാനെന്നാ വെക്കട്ടേന്നോ? ശരിടാ. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ മറക്കണ്ട, ഞാനിത് നാളെ ഇത് അപ്ലോഡ് ചെയ്യും കേട്ടോ. നീ എന്തേലും ശരി. ശരി എന്നാ, ശരി.